അരവിന്ദ് കെജ്രിവാളിനെ രാജ്യസഭയിൽ എത്തിക്കാൻ നീക്കം. പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് ഇടപെടൽ നടക്കുന്നത്. കേജ്രിവാളിനായ സഞ്ജീവ് അറോറ രാജ്യസഭാംഗത്വം രാജിവെച്ചേക്കും. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ ഈ പറയുന്ന MP അവിടെ മത്സരിച്ച് അത് ഏറെക്കുറെ ആം ആദ്മിയുടെ ഒരു ഷുവർ സീറ്റാണ്. അവിടെ മത്സരിച്ച് വിജയം നേടി അദ്ദേഹത്തെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്ന് പകരം രാജ്യസഭയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരാനുള്ളൊരു തീരുമാനമാണ്. ആ വഴി ദേശീയ രാഷ്ട്രീയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ സജീവമാക്കി നിർത്താനുള്ള ശ്രമവും കൂടി. അത്തരമൊരു ശ്രമത്തിനാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. അതെ, ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയാണ്. ഇപ്പോൾ നേരത്തെ പഞ്ചാബിൽ മത്സരിച്ച് വിജയിച്ച അതിനുശേഷം ഗോവയിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തി, അതായത് വോട്ട് ശതമാനത്തിൽ അങ്ങനെയെല്ലാം മെച്ചപ്പെട്ട പ്രകടനമായി മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടി രൂപീകരിച്ച ഡൽഹിയിൽ തന്നെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഒരു ദേശീയ മുഖമായി അവതരിപ്പിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ വേരോട്ടം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടും ഒപ്പം തന്നെ കെജ്രിവാളിനെ വളരെ സജീവമാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ നിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുമാണ് രാജ്യസഭയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം അത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. സഞ്ജീവ് അറോറ 2012 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് MP സ്ഥാനത്ത് അദ്ദേഹം രാജ്യസഭ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം ഇനിയും അദ്ദേഹത്തിന് കാലാവധി ബാക്കിയുണ്ട്. അദ്ദേഹം രാജിവെച്ച് ലുധിയാന വെസ്റ്റിൽ നിന്ന് മത്സരിക്കുന്നു. അവിടെ ഒരുപക്ഷെ മന്ത്രിയാക്കിയേക്കാം. അപ്പോൾ വലിയ എതിർപ്പുകൾ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടാവില്ല എന്ന് ആം ആദ്മി പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചാബിൽ നിന്നുള്ള മറ്റ് 6 MP-മാരും വേണമെങ്കിൽ ഞങ്ങൾ രാജിവെക്കാം കെജ്രിവാളിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കെജ്രിവാൾ വളരെ സജീവമായി പാർലമെന്റിലേക്ക് വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ശക്തി കൂട്ടും. പക്ഷേ ഇന്ത്യ സഖ്യത്തിനൊപ്പം എത്ര കാലം എങ്ങനെയൊക്കെ അദ്ദേഹം നിൽക്കുമെന്ന ചോദ്യമെല്ലാം വരുന്നുണ്ടെങ്കിലും കെജ്രിവാൾ വരാൻ പോകുന്നു എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അനൂപ് ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഏറെക്കുറെ അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയോ പൊതുപരിപാടികൾ പങ്കെടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. രാജ്യസഭാ ഒരു വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ആം ആദ്മി ശ്രമിക്കുന്നത്.